എവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതെടുത്തേ വീഡിയോ. ആരെടുക്കുന്നേ? ഗുരുവായൂർ അമ്പലനടയിൽ. റെക്കോർഡിങ് മൂവ് ആവുന്നുണ്ട് ക്യാമറ. മര്യാദക്ക് നിൽക്കുന്നില്ല മുന്നേറി അവിടെ പോയി. ഓക്കെ അയ്യ ഇവിടെ പിടിക്കുന്നു. എന്നിട്ട് അച്ഛൻ ചേട്ടനെ എടുക്കും. ഇന്ന് ബുഞ്ചാടിയുടെ ഇച്ചിരി പുറകോട്ട് മാറിയിരിക്കും. മോൻ മാറി എന്നിട്ട് അങ്ങനെ വെച്ചാൽ മതി. അച്ഛൻ ചേട്ടനെ കാണാവോ? ഇന്ന് ഞങ്ങളുടെ ബുഞ്ചാടി മാധവകൃഷ്ണയുടെ ഗുരുവായൂർ ആനവര മത്സരത്തിന് പോവുകയാണ്, പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ ഗുരുവായൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഹായ്. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഗുരുവായൂർ പോവുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് മാതൃഭൂമിയും ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് നടത്തുന്ന ആനവര എന്ന് പറയുന്ന ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് മാധവ് കൃഷ്ണനെയും കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. മാധവ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മത്സരത്തിൽ അവൻ പങ്കെടുക്കുന്നത്. സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും പുറത്ത് ഇതേപോലുള്ളൊരു വലിയ മത്സരത്തിൽ അവൻ പങ്കെടുക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 3 കിലോമീറ്റർ കാണിച്ചു. ഈ പിള്ളേരെ എല്ലാം കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് അതാണോ? അതേ നിറച്ച് ബൈക്കും ഒക്കെ ആയിട്ടെ. അതെ അതെ മോൻ ആ ഫോട്ടോ മുണ്ട് മടക്കി ഫോട്ടോ എടുത്തേക്കെ. ഗുരുവായൂർ ദേവസ്വം ഹോട്ടൽ ശ്രീ ഗോകുലം. ഈ പിള്ളേരൊക്കെ ബാഗും തൂക്കി നിൽക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെ ഇറങ്ങിക്കോ.
തൊട്ടടുത്ത് പാർക്കിംഗ് ആനവര ചിത്രരചന മത്സരം. ഇറങ്ങി ചിത്രങ്ങൾ നോക്കി വരയ്ക്കാൻ പാടുള്ളതല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളണ്ടിയർമാരെ ഏൽപ്പിക്കുക. ചിത്രങ്ങൾ നോക്കി വരയ്ക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ഈ ആരോഗ്യ ചിത്രകലാ മത്സരത്തിന്റെ ഔപചാരികമായ സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ദേവസ്വത്തിന്റെ ഭരണസമിതി അംഗം ശ്രീ വി ജി രവീന്ദ്രൻ അവர்களാണ്. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഭദ്രദീപ പ്രകാശനത്തിന് വേണ്ടി മാധവ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ നേരത്തെ പഠിച്ച സ്കൂളുകളിലൊക്കെ അവൻ സ്കൂളിലുള്ള ചില കോമ്പറ്റീഷൻസിനൊക്കെ അവനെ ചേർത്തിട്ടുണ്ട് എന്നല്ലാതെ പുറത്ത് ഒരു കോമ്പറ്റീഷന്, അതും ഇത്രയും വലിയൊരു മത്സരത്തിന് അവനെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ആശങ്കയുണ്ടായിരുന്നു അവൻ എങ്ങനെ ഈ കോമ്പറ്റീഷനെ ഫേസ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ആള് ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും വലിയ കുഴപ്പമില്ലാതെ അവൻ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തു. എന്തായാലും അവൻ മിടുക്കനാണ്. കാരണം അവൻ കുഞ്ഞു കൊച്ചല്ലേ. ഇത്രയും വലിയൊരു ക്രൗഡിനെ കണ്ടിട്ടും ഒട്ടും ഒരു എന്താ പറയുക മടിയില്ലാതെ പതറാതെ അവൻ ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലിരുന്ന് അത്രയും സമയം ക്ഷമയോടെ തന്നെ ആ ചിത്രം വരച്ച് അവനെ കൊണ്ടാവുന്നത് പോലെ അവൻ ഭംഗിയായിട്ട് തന്നെ ആ ചിത്രം വരച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോഴാണ്, ഇപ്പൊ സ്കൂളിലുള്ള മത്സരങ്ങളല്ലാതെ സ്കൂളിന്റെ പുറത്തുള്ള ഇതുപോലുള്ള മത്സരങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോഴാണ് അവരുടെ ആത്മവിശ്വാസം ഒക്കെ വളർത്താൻ സാധിക്കുന്നത്. ഈ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് അവർക്കൊരു തിരിച്ചറിവുണ്ടാവും. സ്വയം അവർക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കേപ്പബിലിറ്റി അവർക്കുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഞാൻ ഈ മത്സരത്തെക്കുറിച്ച് അറിയുന്നത് അവൻ്റെ സ്കൂളിലെ ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ തന്നെ ഞാനത് കയറി രജിസ്റ്റർ ചെയ്ത്, ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിരുന്നു, രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം മാതൃഭൂമിയിൽ നമ്മളെ അവർ കോൺടാക്ട് ചെയ്ത് നമ്മൾ ചെല്ലുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ മുമ്പോട്ട് പോയത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പേരൻസിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് കൂടുതലും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും ഈ അക്കാഡമിക്സിലുപരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ അവർക്ക് കുറച്ചും കൂടി ഒരു ഗൈഡൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. എപ്പോഴും എല്ലാ രീതിയിലും നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. എന്നാൽ മാത്രമേ എല്ലാ രീതിയിലും നമുക്ക് വളർന്ന് നമ്മുടെ ഈ ലോകത്തിലേക്ക് നമുക്ക് ഫൈറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്കധികം കോമ്പറ്റീറ്റീവ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സമ്മാനം കിട്ടിയോ? സർട്ടിഫിക്കറ്റ് കിട്ടിയോ? ആണോ? എങ്ങനെയുണ്ടായിരുന്നു സാറേ? എങ്ങനെയുണ്ടായിരുന്നു ആനവര? വരച്ചോ? നന്നായിട്ട് വരച്ചോ? എന്തിയാ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാവോ? നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോ എടുക്കാം. സർട്ടിഫിക്കറ്റും ഒന്ന് കാണിച്ചേ. സർട്ടിഫിക്കറ്റും ഗിഫ്റ്റും ഒന്ന് കാണിച്ചേ. സർട്ടിഫിക്കറ്റ് കാണിച്ചേ. ഓക്കെ, ഇനി ഗിഫ്റ്റ് ഒരെണ്ണം കിട്ടില്ലേ, അത് കാണിക്കേ.
വെരി ഗുഡ്. പഞ്ചാംഗം, മാതൃഭൂമി പഞ്ചാംഗം. നമ്മൾ ലാസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഗുരുവായൂർ വെച്ച് കണ്ടുമുട്ടിയത് നമ്മുടെ അമ്മൂൻ്റെ കല്യാണത്തിനായിരുന്നു അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറഞ്ഞാണ് നമ്മൾ ആ വീഡിയോ ഇറക്കിയത്. ലാസ്റ്റ് നമ്മുടെ ഗുരുവായൂർ വീഡിയോ അതായിരുന്നു. അതിനുശേഷം ഇതാണ്. ഞങ്ങൾ പഴയിടം റെസ്റ്റോറൻറ്റിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത്. വളരെ നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമുക്ക് നല്ല വിശപ്പുള്ള ഭക്ഷണത്തിൻ്റെ രുചി കൂടും, അത് സത്യമാണ്. പക്ഷെ എന്നാൽ പോലും നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു. ഞങ്ങൾ നന്നായി ആസ്വദിച്ച് കഴിച്ചു. ഞങ്ങൾ മാത്രമല്ല, കുഞ്ഞുങ്ങൾ നല്ല പോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് ഞങ്ങൾക്ക് തോന്നി. മാധവിൻ്റെ ഒരു സന്തോഷം കണ്ടപ്പോൾ, ഈ മത്സരം കഴിഞ്ഞപ്പോൾ അവന് കുഞ്ഞ് സമ്മാനമൊക്കെ കിട്ടി. നിങ്ങൾ കണ്ടില്ലേ? ഒരു സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് പഞ്ചാംഗം പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവന് കിട്ടിയപ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൻ്റെ കോൺഫിഡൻസ് ലെവലും ഭയങ്കരമായിട്ട് കൂടി. അപ്പം ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ശരിക്കും എത്ര പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണല്ലേ കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നത്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കൂളുകൾ വേണം കുറച്ചും കൂടി, സ്കൂള് അവരുടെ ടീച്ചേഴ്സ്, അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ കുറച്ചും കൂടി കുഞ്ഞുങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും. പേരൻസ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ നല്ലപോലെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഈ LKG, UKG, 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ചെടി പോലെയാണ്. അപ്പോൾ ആ ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് വളർത്തിയെടുക്കുന്നത് പോലെയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ LKGയിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞിനെ ABCD എഴുതാനും വായിക്കാനും അറിയില്ല എന്നും പറഞ്ഞ് അതിനെ വിരട്ടി പേടിപ്പിച്ച് ഇരിക്കുന്ന ടീച്ചേഴ്സ് നമുക്ക് ചുറ്റിനുമുണ്ട്. അതുപോലെ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചട്ടമ്പിയായ ഒരു കൊച്ച്, അവനാണ് ഈ സ്കൂളിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉഴപ്പൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അധ്യാപകരും നമുക്ക് ചുറ്റിനുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അധ്യാപകരൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും ഇവർക്കൊരു ഇരയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ ഈ പ്രൊഫഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വയം ചിന്തിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ ടീച്ചിങ് എന്നുള്ളത്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ എന്നും കുഞ്ഞുങ്ങൾക്ക്, ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സ്നേഹം കൊടുത്ത്, അവർക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചു നിൽക്കുക. അതാണ് ചെയ്യേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ പറയുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ വരുന്ന എപ്പിസോഡിൽ പറയാം. നന്ദി, നമസ്കാരം. പോരും